ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് അപ്പം ഇന്നിപ്പോൾ ഇവിടെ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊന്ന് ഓഫാണ്. അപ്പം നമ്മൾ ഇന്നലെ അപ്പത്തിന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ പണ്ടായിരുന്നെങ്കിലും ഇവിടെ ഉള്ള സമയത്ത് ദോശയ്ക്കും അതുപോലെ അപ്പത്തിനൊന്നും അരച്ച് വെക്കാറില്ല. നമുക്ക് അതിൻ്റെ ബാറ്ററി കിട്ടുമല്ലോ, ആ ബാറ്ററി മേടിക്കുക പതിവ്. പൊങ്ങി വന്നിട്ടുണ്ട്, പക്ഷെ വലിയ കാര്യത്തിൽ പൊങ്ങി എന്ന് പറയാൻ പറ്റില്ല, തരക്കേടില്ലാത്ത രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമുള്ളതൊന്നും ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഉപ്പിട്ടിട്ട് ചെയ്യാം. കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു തട്ടിക്കൂട്ട് സ്റ്റൂ, ഞാൻ എന്താ പറയുക, 2 ക്യാരറ്റും ഉണ്ട്, ഒരു ഉരുളക്കിഴങ്ങും ഉണ്ട് വെച്ചിട്ട് നമ്മളുടെ ഒരു തട്ടിക്കൂട്ട്. മറ്റേ എന്താ പറയുക, മുഴുവൻ മസാല ഇതൊന്നുമില്ല, പിന്നെ നെയ്യൊന്നുമില്ല, സാധാ ഒരു ഇല്ല തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ടാണ് ഒരു തട്ടിക്കൂട്ട്. എന്താണ് അതിൻ്റെ പേര്, സ്റ്റൂ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ഇതവിടെ ഇരിക്കട്ടെ. അത് ഉണ്ടാക്കുന്ന സമയം കൂടെ ഒന്ന് ചൂടാവുമല്ലോ. ഞാൻ എന്തായാലും അപ്പോഴത്തേക്കും സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഇതേ കണ്ട ഇത്രത്തോളമാണ് പൊങ്ങി വന്നിരിക്കുന്നത്. ഒരുപാട് പൊങ്ങി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ നമ്മൾ 12:30 ആയുള്ളൂ. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തേ നാളെ ഏട്ടന് 11 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഞാനിനി എങ്ങാനും രാത്രി അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടൂല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ വേഗം ഓർത്തപ്പോഴത്തേക്കും ഏട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടിട്ട്, ഇപ്പോൾ വെള്ള ആയതുകൊണ്ട് ഞാൻ ലൈറ്റ് കളേഴ്സൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് അലക്കണത്. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു തവണ പണി കിട്ടി. ഭാഗ്യത്തിന് വെളിയിലിടുന്ന ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സായിരുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു കെട്ടണ ടൈപ്പ് പാവാടയില്ലേ, ആ പാവാട 2 എനിക്കുണ്ട്, അത് കളറിളകുന്നുണ്ട്. ഞാനത് എല്ലാത്തിൻ്റെയും കൂടെയിട്ട് അലക്കി, എന്നിട്ട് അത് നന്നായിട്ട് കളറിളകി. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് പുറത്തിടുന്ന നല്ല ഡ്രസ്സൊന്നും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ പിന്നെ അങ്ങനെ എത്ര തവണ അലക്കണേന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് കളറുകളൊക്കെ ഞാൻ തിരിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അലക്കണേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ ഒരു പാവാട 2 പാവാട കൈകൊണ്ട് അലക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കൈയോടുകൂടെ തന്നെ ഏട്ടൻ്റെ ഷർട്ടൊക്കെ ഇട്ട് അലക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പായിട്ട് എനിക്ക് വേറെ കുറച്ചും കൂടെ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ അലക്കിയിട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റുള്ള പണിയിലോട്ടൊക്കെ കിടക്കണത്. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ ഞാൻ 9:30 കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാത്റൂമിൽ പോയിട്ട് പിന്നെയും വന്ന് കിടന്നു. പിന്നെ എഴുന്നേറ്റത് 12:30 ആയപ്പോഴാണ്. ഇപ്പം നിങ്ങൾ ഒന്നും ഇതാക്കണ്ട കേട്ടോ, ഞങ്ങൾ ആക്ച്വലി വെളുപ്പിന് 5:30 കേട്ടോ ഞങ്ങൾ ഉറങ്ങിയത്. ഏട്ടൻ 4 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അപ്പം ഞാൻ 9:30 എഴുന്നേറ്റ സമയത്ത് തേങ്ങ വെളിയിലെടുത്ത് വെക്കണം എന്ന് ഓർത്തതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ 12:30 എഴുന്നേറ്റപ്പോഴാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചത്. അപ്പം ഞാൻ അരയ്ക്കണ സമയത്ത് അത് നന്നായിട്ട് തണുപ്പ് പോവാത്തതുകൊണ്ട് വൃത്തിക്ക് അരഞ്ഞ് വരണ്ടായിരുന്നില്ല. എന്തോ കയ്യിലിങ്ങനെ ഒരു മെഴുക് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഞാനതപ്പോൾ ഓർത്തില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന്. പക്ഷെ ആ ഒരു ബുദ്ധി എനിക്ക് പോയില്ല. അരച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു സംഭവം ഓർത്തത്. അതുകൊണ്ട് എനിക്ക് തേങ്ങാപ്പാലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പച്ചവെള്ളത്തിൽ ഒരു ഇച്ചിരി നമ്മൾ എന്താ പറയുക പാലൊക്കെ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടൂലേ, ആ ഒരു കളറിലാണ് എനിക്കിന്ന് തേങ്ങാപ്പാൽ കിട്ടിയത്. അങ്ങനെ തേങ്ങാപ്പാൽ കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാം ഫ്ലോപ്പായിപ്പോയി. സ്റ്റൂ ഭയങ്കര എന്താ പറയുക മോശമായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റൂ ഉണ്ടാക്കാൻ എനിക്ക് അറിയാം. പക്ഷേ ഇന്നുണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല അട്ടർ ഫ്ലോപ്പായി പോയി. പിന്നെ എൻ്റെ കിട്ടും, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും തിന്നുന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്കാണ് കഴിക്കാൻ മടി, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അങ്ങേര് കഴിച്ചോളും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇനി മോങ്ങാനിരുന്നവൻ്റെ തലയിൽ തേങ്ങ വീടുമെന്ന് പറയുന്ന അവസ്ഥയിൽ പോയി ഇന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ അങ്ങനെ ശോകമായതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം പൊടിയെടുത്ത് ഞാൻ വെള്ളത്തിൽ കലക്കി. അവിടെയും എനിക്ക് പാളിപ്പോയി. കാരണം ഞാനെടുത്ത പൊടീൻ്റെ അളവ് കൂടി പോയിട്ട് ഞാനത് സ്റ്റൂവിലേക്ക് ഒഴിച്ചപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അരിപ്പൊടീൻ്റെ ചുകയായിരുന്നു സ്റ്റൂവിൽ നിറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. ഈ അരിപ്പൊടിയാണെങ്കിൽ അതിലേറെ ശോകം. ഞാൻ പച്ചരി മേടിക്കാൻ അന്നലെ പറഞ്ഞ പോലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി അവിടെ ഉണ്ട്. പക്ഷേ ഞാനോർത്തു പച്ചരി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടല്ലേ അരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പച്ചരി മേടിച്ചില്ല, അരിപ്പൊടി മേടിച്ചു. പക്ഷെ അത് അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ മേലെ പത്തിരി, ഇടിയപ്പം, നെയ്യപ്പം, അപ്പത്തിൻ്റെ പേര് അവർ എഴുതിയിട്ടില്ല. അപ്പം ഇങ്ങനെ കറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സക്സസ് ആയിട്ടൊക്കെ വന്നു എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഭയങ്കര നടുഭാഗമൊക്കെ ഇങ്ങനെയില്ല, നമ്മൾ എത്ര വേവിച്ചിട്ടും വേവണില്ല.
അങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു. സംഭവം തരക്കേടില്ലാത്ത രീതിയിലൊക്കെ വന്നു. അപ്പം ഈ ഒരു പൊടി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം സ്റ്റൂ ഉണ്ടാക്കി. പക്ഷെ സ്റ്റൂ എനിക്ക് ചീറ്റിപ്പോയി. ഞാൻ മറ്റേ തേങ്ങ അരച്ചപ്പോഴേ തേങ്ങേന്റെ ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെയാണ് ഞാനുള്ള കാര്യം ഉണ്ടോ പറഞ്ഞത്. അതിന്റെ ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിങ്ങനെ നേരാവണ്ണം കിട്ടണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും എന്റെ സ്റ്റൂ വന്നിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ഇതിന്റെ പ്രതികാരമായിട്ട് ഞാൻ വേറൊരു ദിവസം നല്ല അടിപൊളി സ്റ്റൂ ഞാൻ ഉണ്ടാക്കും. നീ തിന്നിട്ടില്ല എന്റെ സ്റ്റൂ? അപ്പൊ അപ്പം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. വീട്ടില് വരണ പോലെ നന്നായിട്ട് പൊങ്ങി വരാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. വലിയ കാര്യത്തില് എന്താണ് ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തില് ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റൂവിന്റെ. പക്ഷെ ഇതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല, ചീറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് വരും. അപ്പൊ എന്തായാലും അപ്പൊക്കെ ആവണു. അത് പൊങ്ങി വന്നു. കുറച്ചുണ്ട്. അപ്പൊ അവിടെ ചായ ഉണ്ടാക്കണ്ട. അപ്പൊ ഇതൊക്കെ കൂടെ കഴിച്ചിട്ട് ഇപ്പൊ സമയം 1:30 ആയിട്ടാ. ഉച്ചയായപ്പോഴാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് എപ്പോഴാന്നുള്ളത് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ എന്തായാലും വേഗം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായില്ലേ? അതായത് ഇതിന് നൈറ്റ് ഡ്യൂട്ടിയാണ് എപ്പോഴും ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പൊ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയാണ്, ഉച്ചക്കലത്തെ കഴിക്കുന്നത് രാത്രിയാണ്, രാത്രിയിലത്തെ കഴിക്കുന്നത് വെളുപ്പിനാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതേ ഞാൻ ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ മറ്റേ ചെടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ അടുത്ത് ഗവൺമെൻറ് നഴ്സറിയാണ്. അപ്പം വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 1 ദിർഹംസ് 2 ദിർഹംസിനൊക്കെ നമുക്ക് ചെടികളൊക്കെ കിട്ടും. പിന്നെ കറ്റാർവാഴ, ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാം എന്നുള്ള ഇതിലാണ് പോകുന്നത്. അകത്ത് മേടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ബാൽക്കണി ഇല്ല, പക്ഷേ ഈസുണ്ട് ഇത്രയും ഈ ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വെക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ വെട്ടമെന്നു അവിടെ വെക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത്. പിന്നെ ചുമ്മാ സത്യം പറഞ്ഞാൽ ഏട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ ആരുമില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഈച്ച വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിനോട് വർത്താനം പറഞ്ഞിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ചെടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചുമ്മാ അതിനോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം എന്നുള്ളൊരിതിലാണ് എന്താണ് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണേ. ഇവിടെ നിന്ന് കുറച്ച് ദൂരെ കുറച്ച് 90 മീറ്റർ 90 അല്ലല്ല 900 മീറ്റർ എന്താണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അതല്ലേടാ മണ്ട ഇൻഡോർ എന്ന് പറയണത്. സൈഡിലും വേണം, റൂമിന്റെ അടുത്തും വേണം. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്തുട്ടാ, അതിന് നമ്മൾ ജനലൊക്കെ തുറക്കും. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്പേസ് എന്താ പറയുക, ഒരു 4-5 സെക്ഷനായിട്ട് അവർ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ തലയിലൊക്കെ നമുക്കിപ്പോൾ നല്ല താരനായതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കറ്റാർവാഴ മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ചെന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറ്റാർവാഴയ്ക്ക് അവിടെ 15 ദിർഹംസൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും അത്ര കണ്ട് എന്താ പറയുക ഭംഗി ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ഉണങ്ങിയ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറ്റാർവാഴ മേടിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ കുറേയൊക്കെ ചുറ്റി കണ്ടു. നമ്മൾ മേടിച്ചത് 1 ദിർഹംസിൻ്റെ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അത് ഒരു 5 എണ്ണം വാങ്ങിച്ചു. പിന്നെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ മേടിച്ചു. അതിന് 15 ദിർഹംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഗ്ലാസിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചെടികളൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കേണ്ടായിരുന്നു, നമുക്ക് ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചെടികളൊക്കെ മേടിച്ചിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കപ്പങ്ങ വരെ ഉണ്ട് ഇവിടെ. നമ്മളിത് ചെടിയും വാങ്ങിച്ചു. പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് രാത്രിയിലത്തേക്കുള്ളത് ഉണ്ടാക്കാൻ ചിക്കനും വാങ്ങിച്ചു. ഉച്ചക്കലത്തെ കഴിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ 5 മണിയായി. നമുക്ക് എന്തെങ്കിലും ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പോൾ ചെടിയൊക്കെ എത്രയോ 5 എണ്ണത്തിന് 1 ദിർഹംസ് വീതം, വേറെ ഒരെണ്ണത്തിന് 15 ദിർഹംസ്, ഇൻഡോറിന് 15, മറ്റുള്ളതിന് 1 ദിർഹംസിൻ്റെ ചെടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ വെക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മളിത് ഇത്ര ഉണ്ടോ ചെടികൾ വാങ്ങിച്ചിട്ടുള്ളത്. ഈ 1, 2, 3,
ഇത് ഇത്രയും സാധനങ്ങൾ ഔട്ട്ഡോറും ഇത് മാത്രം ഇൻഡോറും. ഇൻഡോറിന് പൈസ കൂടുതലാണ്, അതുകൊണ്ട് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ചട്ടീന്ന് അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിനിപ്പോ എന്താ 1 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 23 രൂപയായി. എച്ചിത്തരം തൊട്ടുള്ള കാര്യമില്ല, സാധാരണ മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിന് ശരിക്കും കുറച്ച് ചട്ടിയൊക്കെ മാറ്റണം. പക്ഷെ ഇപ്പൊ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ പയ്യെ പയ്യെ ആമസോണില് ചട്ടികൾക്കൊക്കെ വിലക്കുറവുണ്ട്. അപ്പൊ അത് പിന്നെ പയ്യെ പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊന്ന് നമുക്ക് ഈ മൊത്തം സാധനങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന് പുറത്ത് വെക്കാം. ഇത് ഞാൻ മിക്കവാറും എന്നിട്ട് നീ കട്ടുമ്പോ കിടക്കണ്ട, അതിന്റെ അപ്പുറത്ത് വെക്കാം. ഇതിവിടെ എവിടെയെങ്കിലും ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യും. ഇതിന് എന്താ ചെടികൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഇതങ്ങ് മാറ്റി. എനിക്കൊരു പേടിയുണ്ട്, ഈ ചെടിച്ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രശ്നം പറ്റുമോ എന്നുള്ളത് നോക്കണം. അവിടെ ചെടികളൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഇതേ നമ്മൾ ഉച്ചക്കലത്തേക്ക് ഓർഡർ ചെയ്തു. ഇതേ രാത്രിയിലത്തേക്ക് കാണിക്കും ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പണിയാണ് ഇന്ന്. എൻ്റെ കിട്ടിയൻ്റെ വകയാണ് ചിക്കൻ. ഞാൻ അറിയണ ഒരു സാധനം ചിക്കനാണ്. ഞാൻ ഈ പറയണൊന്നും കേൾക്കണില്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗണ്ടറൊക്കെ ഇപ്പോൾ വന്നേനെ. ഒന്നും കേൾക്കണില്ല. പിന്നെ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ട് ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ഞാൻ എന്തായാലും ഫുഡ് വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പം കാണാം. ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം അതുങ്ങളെ കാണുമ്പോൾ. എന്താ ഒരു മനസ്സുഖം. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നേ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.